ദേ നോക്കിയച്ചാ, ഞാനിപ്പോ സംസാരിച്ചിട്ട് വന്നേ ഉള്ളൂ. ഡോക്ടർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും. കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്ന് ക്ഷമിക്ക്. അല്ല അത് ഞാൻ അല്ലല്ലല്ല, അത് എന്താ എടി, നീയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. അമ്മയെ അച്ഛൻ വിളിക്കുന്നു. ആ ഇങ്ങതാ. ഹലോ, എന്താടി നടക്കുന്ന അവിടെ? അച്ഛൻ ദേ വീണ്ടും മൃദംഗം വായിക്കാൻ തുടങ്ങിയിട്ട് നിർത്തുന്നേ ഇല്ല. ഭയങ്കര ശല്യ. അച്ഛന് ദേഷ്യം വരാതെ എങ്ങനെ മൃദംഗം വായിക്കാൻ സാധ്യതയില്ലല്ലോ. ആരോടാ ദേഷ്യം? ഡോക്ടർ ഇതുവരെ ചെക്കപ്പിന് വന്നില്ലെന്നും പറഞ്ഞ. നിന്റെ മോനെവിടെ പേടി? മെഡിക്കൽ ഷോപ്പ് വരെ ഒന്ന് പോയേക്കുക. ശരി ശരി. ആ എന്നാ ഞാൻ വെക്കട്ടെ. വെച്ചേക്ക്. അയ്യോ അച്ഛാ, അയ്യോ. ആരെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുത്ത്? ഞാനാ ഡോക്ടറെ. കൊട്ടിയതൊക്കെ മതി. ഇങ്ങ് തന്നെ ഇത് പിടിക്കും. ഇത് നിങ്ങളോട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അങ്ങനെയല്ല ഡോക്ടർ, ഇഞ്ചക്ഷൻ കൊടുക്കാൻ അടുത്തേക്ക് ചെന്നാ മതി. പിന്നെ എന്റെ പിന്നാമ്പുറത്താ കോട്ടല്. വാട്ട് നോൺസെൻസ്. അല്ല അങ്ങനെയല്ല ഡോക്ടർ, എന്റെ മുതുക് മൃദംഗമായിട്ട് കണ്ടാ പിന്നെ താളം പിടിക്കല്, അതാ ഉദ്ദേശിച്ചത്. ഇങ്ങോട്ട് നോക്ക്. ഇദ്ദേഹത്തിന് എത്ര വയസ്സായെന്നറിയോ? എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല. പാവം. ഈ മനുഷ്യനെ കുറിച്ച് ഇല്ലാത്തതിനെ പറയുന്നത്. രാവിലെ നടക്കാൻ പോയിരുന്നോ? ആ നടന്നു ഡോക്ടർ. ഞാനാ ഇദ്ദേഹത്തെ നടക്കാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയത്. വെരി ഗുഡ്. ഇതെവിടെ നോക്ക്. ഞാൻ തരുന്ന മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയി കഴിച്ചോണം. ഒരു മാസം കഴിഞ്ഞ് എന്നെ ഒന്നൊന്ന് കാണണം. ഉറപ്പായിട്ടും വന്നോളാം. പിന്നെ മാഡം, അദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല. ടെൻഷൻ ആവുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ ഇപ്പൊ അറിയിക്കണ്ട. ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. എന്നാ ശരി, ഞാൻ പോട്ടെ. ഇവിടെ നോക്ക് സാർ, ഒരു 20 ദിവസത്തേക്ക് പഴയതുപോലെ അമ്പലവും കുളവും എന്ന് പറഞ്ഞ് കറങ്ങി നടക്കരുത്. പ്രായമായി വരല്ലേ, വീട്ടിലിരുന്നുള്ള പൂജയും കാര്യങ്ങളൊക്കെ മതി. ഇനി മുതൽ അങ്ങനെ ആവാം. എന്നേ പോട്ടെ. മഹേഷ്, 204 പേഷ്യന്റ് എങ്ങനെയുണ്ട്? എത്ര മണിക്കാ ഡിസ്ചാർജ്? 11 മണിക്ക്. എങ്കിൽ ശരി, 500 രൂപ അടച്ചിട്ട് വാ. അതെ, എത്ര മണിക്കാ ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നത്? 11 മണിക്ക്. ശരി, പോകുമ്പോ 200 രൂപ തന്നിട്ട് പോണേ. ഹലോ, അല്ല നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചോദിക്കുന്ന പോലെയാണല്ലോ ചോദിക്കുന്നത്. ടിപ്സ് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ തരണം, അല്ലാതെ നിങ്ങളായിട്ട് ചോദിക്കാൻ നിൽക്കരുത്. അതിന് നിങ്ങളോട് ആരാ ടിപ്സ് ചോദിച്ചേ? എന്നോട് നിങ്ങളുടെ മകൻ രാംദാസ് കണവണാന്ന് പറഞ്ഞ് 200 രൂപ കടം വാങ്ങിച്ചായിരുന്നേ. എന്തുവാണോ ഇത്? ഒരുമാതിരി കൊച്ചു പിള്ളേരൊക്കെ കാണിക്കുന്ന പോലെ. ബോസ്, ഞങ്ങളുടെ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സിപ്പോഴും കുട്ടികളെ പോലെ തന്നെയാ. ആ രാമ അവിടെ പോയി? അമ്പലത്തിൽ പോയിരിക്കാം. ഏത് അമ്പലത്തിലേക്കാ പോയെ? ഏത് അമ്പലമാണെന്നൊന്നും പറയാൻ പറ്റില്ല മോനെ. തിങ്കളാഴ്ച ശിവന്റെ അമ്പലത്തില്, ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമി, ബുധനാഴ്ച വീരഭദ്രൻ, വ്യാഴാഴ്ച സായിബാബ, വെള്ളിയാഴ്ച ചാമുണ്ടേശ്വരി, ശനിയാഴ്ചയാണെങ്കിൽ ശനീശ്വരൻ. രാത്രി ആവുമ്പോഴെങ്കിലും ഫ്രീ ആവോ? നോ, ഞായറാഴ്ച ചർച്ചിൽ പോവും. നന്നായിട്ടുണ്ടല്ലോ. അവന് മുത്തശ്ശനോട് ഭയങ്കര സ്നേഹമാണല്ലേ? സ്നേഹം കോപ്പൊന്നും ഉണ്ടായിട്ടല്ല, ചുള്ളത്തി പെമ്പിള്ളാരെ വായി നോക്കാൻ വേണ്ടി മാത്രം പോകുന്നതാ. ഈശ്വര, പരമേശ്വര, ഭഗവാനെ, ആപത്തൊന്നും വരുത്താതെ കാത്തോളനെ. എത്രയും പെട്ടെന്ന് എന്റെ കല്യാണം നടക്കണം. ഒരു വഴി കാട്ടിത്തരണേ, മറന്നുപോയല്ലേ. ദേവദേവായ നമ, ശ്രീകണ്ഠ സൗഖ്യായ നമ, ഈശ്വരായ നമ, ഓം അംബികാനാഥായ നമ, ഓം രുദ്രായ നമ, ഓം നമഃ ശിവായ. എന്റെ ദൈവമേ, ഈശ്വര പരമേശ്വര, എന്റെ കല്യാണക്കാര്യം മറന്നുപോയല്ലേ. ശ്രീകണ്ഠ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇത്ര വലിയ ഭക്തനാണോ? എന്തിനാണാവോ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നത്? ഭക്ത മോനെ, വിളിച്ചത് ഞാനാ, ഈശ്വരനല്ല. ഈശ്വരൻ വിളിച്ചതായിട്ടാ എനിക്ക് തോന്നിയേ. അതെ മോനെ, ഇന്നത്തെ ഈ കാലത്ത് പൂജാരിയെ വിളിച്ചാ പോലും വരില്ല, പിന്നെ ഈശ്വരനെ വിളിച്ചാ വരും തോന്നുന്നുണ്ടോ? ആരതി തൊഴുതോളാ. വിളിച്ചാ വിളി കേൾക്കണ ഭഗവാനാ. മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാ എന്തും തരും. എന്റെ കാര്യം മറക്കരുത് കേട്ടോ. കല്യാണം പ്രാപ്തിരസ്തു. കല്യാണം നടക്കുമെന്ന് പറഞ്ഞില്ലേ? അതെ. പ്രസാദം കിട്ടിയില്ല. കാലത്തെ അമ്പലത്തിൽ വന്ന് ദേവിയെ തൊഴുതു നിൽക്കുന്ന ഇവനൊരു പാപിയാണെന്ന് വിചാരിച്ചോ? പ്രസാദം മാത്രമേ ഇവൻ ഇവിടുന്ന് വാങ്ങാറുള്ളൂ. തീർത്ഥം മറ്റൊരു സ്ഥലത്താ. എടാ, അമ്പലത്തിലെ പ്രസാദം തൊട്ട് ഇങ്ങനെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ കണ്ണൂത്തി. എന്താന്ന് ഈശ്വരൻ കണ്ണൂത്തി പൊട്ടിക്കുന്നു? നിന്റെ കൂടെ വന്ന ഞങ്ങൾക്കല്ലേ പണിയിടുന്നേ. സോറിടാ. ഒറ്റ മിനിറ്റ്, ഞാൻ ഒറ്റ വലിക്ക് അടിച്ചു തീർക്കാണല്ലോ. ഞങ്ങൾക്ക് കുറച്ച് ബാക്കി വെക്കടാ. ഇതിപ്പോ അതിലുള്ളതെല്ലാം നീ തന്നെ ഊരി കുടിക്കാൻ പോവാണത്. എന്റെ മുത്തശ്ശനല്ലേ, അപ്പൊ എനിക്കായിരിക്കും വിഷമം കൂടുതൽ. എന്നാ പിന്നെ ഇതും കൂടി വിഴുക്ക്. എടാ തുപ്പിട്ടോടാ. സമാധാനമായിട്ട് കുടിക്കാൻ സമ്മതിക്കില്ല. അച്ഛാ,
മോനെ നീ ഇതെവിടെ പോയതാടാ? മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നതാ അച്ഛാ. നമ്മുടെ റേഞ്ചിന് ഗവൺമെന്റ് ആശുപത്രി അല്ലേ മോനെ പറ്റിയത്? എനിക്കും അത് തോന്നിയായിരുന്നു. ഇതുവരെ 15 ലക്ഷം രൂപ കൂടുതൽ ചെലവായി മോനെ. അറിയാച്ചാ, കൊള്ളപ്പലിശയ്ക്ക് വാങ്ങിച്ചോണ്ടൊന്ന് അടച്ചോണ്ടിരിക്കുന്ന അറിയാലോ. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. നിന്റെ മുത്തശ്ശൻ പലിശയ്ക്ക് പണം കൊടുത്തോണ്ടിരിക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ ആർക്കൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം ഒരു പിടുത്തവും ഇല്ല. അതൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളാന്നേ. മോനെ നീ അങ്ങേരെ സുരക്ഷിതമായി വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് അങ്ങേരെ ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട്, എത്രയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊന്ന് അന്വേഷിച്ചേക്ക്. ഒരാളെ വിട്ടുപോകരുത്. കൊടുത്ത പണം മുഴുവൻ നമ്മൾ തിരിച്ചു പിടിച്ചാലേ നമ്മുടെ കടങ്ങൾ വീട്ടാൻ പറ്റുമോ മോനെ? മനസ്സിലായാലോ നിനക്ക്? ഓക്കെ അച്ഛാ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടാ. ഒറ്റ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇനി പറഞ്ഞു അച്ഛാ. മുത്തശ്ശനോട് 15 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവായി എന്ന് പറയണ്ട കേട്ടോ. ഞാൻ അങ്ങനൊന്നും പറയില്ല. നിനക്കറിയാലോ അങ്ങേര് ബർഗറും പിസയൊക്കെ കണ്ട വെള്ളം ഒലിപ്പിച്ച് നടക്കുന്ന മഹാദരിദ്രവാസിയാണെന്ന്. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. നീ ആദ്യം വീടിന്റെ ആധാരം അതാരുടെ പേരിലാ എഴുതിയിരിക്കുന്നെന്ന് ഒന്ന് ചോദിച്ചേക്ക്. എന്നിട്ട് കൈയോടെ അതവിടെ നടിച്ചു മാറ്റേ. വളരെ സൂക്ഷിക്കണം, ആരും അറിയാൻ പാടില്ല. വേറെ ആരും അറിയില്ല അച്ഛാ. ആ പിന്നെ നമ്മുടെ മുത്തശ്ശനെ ഒരു ആംബുലൻസ് വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി കേട്ടോ. അതിനുള്ള കാശ് എന്റെ കയ്യിലുണ്ടല്ലോ. ആ കാശുകൊണ്ട് 9,000 രൂപയുണ്ട്. ആരുടെ അവിടെ തുപ്പിയത്? ഒന്നുമില്ല അച്ഛാ, വായിലൊരു പ്രാണി പോയതാ. ആ എന്നാ പിന്നെ ആയിക്കോട്ടെ മോനെ. ഇവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ പെട്ടെന്ന് വിട്ടോ. ശരി അച്ഛാ. ഊറ്റണം നമുക്ക്. ഒരു ഫുൾ ചിക്കൻ വേണേ. എടാ കാശില്ലടാ. പിന്നെ നിന്റെ 9,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൂപ്പൻ ആംബുലൻസ് കൊണ്ടുപോകാനുള്ളതാ. ഇവൻ എന്തൊരു പൊട്ടണം നോക്കി. ഒരു പ്രശ്നമില്ലാത്ത ആളെ എന്തിനാണ് ആംബുലൻസ് കൊണ്ടുപോകുന്നത്? ഒരു ലോക്കൽ ടാക്സി വിളിച്ചാ പോരെ? പൈസ അധികം ചെലവാവില്ല. ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല. കുളിർമയുള്ള AC. വീട്ടിൽ പോയി നല്ല ലക്ഷറീസ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാ സ്വർഗീയ രഥത്തിൽ പോകുന്ന സുഖമായിരിക്കുംടാ. ഒരു ഫുൾ ബോട്ടിൽ വേണേ. ഒരു ചിക്കൻ ഫ്രൈ കൂടി എടുത്തോടേട്ടാ. അച്ഛാ പതുക്കെ സൂക്ഷിച്ചു നടക്കേ. ദേ അവിടെ ഇരിക്കും. മുത്തശ്ശ ഇവിടെ ഇരിക്കും. ഇരുന്നു പതുക്കെ. അല്ലാതെ നമ്മുടെ ഒരു സാഹചര്യം വെച്ച് ഇത്രയും വലിയൊരു ആശുപത്രി വേണമായിരുന്നു? ഇതൊക്കെ വെറുതെ അനാവശ്യ ചെലവല്ലേ? ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രി പോയാൽ മതിയായിരുന്നു. അല്ല എത്ര ചെലവായി? ചെലവൊക്കെ നിസ്സാരേ ആയുള്ളൂ. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാലേ, നിങ്ങളുടെ മോൻ ജോലി ചെയ്യുന്ന കോടതിയിലെ ജഡ്ജില്ലേ, അദ്ദേഹം ഈ ഹോസ്പിറ്റലിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. അതുകൊണ്ട് മെഡിസിൻ എത്ര രൂപ ചെലവാകുന്നോ അത് മാത്രം കൊടുത്തിട്ട് പോകാനാ പറഞ്ഞത്. സത്യമാണോ? എന്നാ ഒരു 4 ദിവസം കൂടെ നിൽക്കായിരുന്നു. അമ്മേ ദേ വരുന്നുണ്ട് അമ്മയുടെ പുന്നാര മോൻ. അമ്മ മുത്തശ്ശനെയും കൂട്ടി വാ. വാച്ചാ എനിക്ക് പതുക്കെ. കള്ളു കുടിച്ചിട്ടാ വന്നല്ലേ? നീ എന്തിനാ അത് പണത്ത് നോക്കുന്നേ? എന്നാലും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴെങ്കിലും ആദ്യം ഈ ബാഗ് എടുത്ത് കാറിൽ വെക്കും. വീട്ടിൽ പോയിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. മൃതംഗം വായിച്ച് കഷ്ടപ്പെടുക. കൈ കൊട്ടുകൊണ്ട് പിടിച്ചങ്ങോട്ട്. അയ്യോ എന്റെ ദൈവമേ, നിന്റെ അച്ഛൻ ആംബുലൻസ് വിളിച്ചോണ്ടിരാനല്ലേ പറഞ്ഞത്? നീ എന്തിനാ ടാക്സി വിളിച്ചിട്ട് വന്നേ? ഇവിടുന്ന് സമാധാനമായിട്ട് പോവാലോന്ന് കരുതിയിട്ടാ. എടാ എന്താ ഈ കാണുന്നേ? ഇത്രയും ചെലവഴിച്ച് ഈ ഒരു വണ്ടി എന്തിനാ വിളിച്ചോണ്ട് വന്നേ? വെറും 10 രൂപയ്ക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകാൻ പാടില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. ഞങ്ങളെല്ലാം കൂടെ താങ്ങിക്കൊണ്ട് പോയാ പോരെ? ആവശ്യമില്ലാതെ വഴിയിൽ നിന്ന് സംസാരിക്കില്ല. കാറിലേക്ക് കയറി നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാം. വാ കേറ് മുത്തശ്ശ. എന്ത് ചെയ്യാനാ? അയ്യോ ചേട്ടാ, ഇതിനകത്ത് മുഴുവൻ ചന്ദനത്തിരിയാണല്ലോ. എന്റെ മുന്നിൽ ചന്ദനത്തിരിയുടെ മണം അടിച്ചില്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഒരു മൂടും കിട്ടത്തില്ലെന്നേ. ആ കേറിക്കോ. കേറച്ചാ പതുക്കെ സൂക്ഷിക്കണം മോനെ. ഉടഞ്ഞു പോകല്ലേ. കുഴപ്പമൊന്നുമില്ലല്ലോ. വീട്ടിലത്തെ കിടക്കുമ്പോ വെക്കടാ. ദേ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം. പിന്നെ കൊച്ചു കുഞ്ഞല്ലേ. ഇയാളെന്താ കാർ ഒരുമാതിരി കാളവണ്ടി ഓടിക്കണ പോലെ ഓടിക്കണേ? എന്താടാ അയാൾ സ്പീഡിൽ പോകത്തിന് എന്റെ കാലം എന്തിനാ ചവിട്ടുന്നത്? എന്റെ കാലം ആക്സിഡന്റാ. എവിടെ താൻ ഇതിനു മുമ്പല്ല ട്രാക്ടർ ഓടിക്കായിരുന്ന? സ്വർഗത്തിലേക്ക് ശവം കൊണ്ടുപോകുന്ന വണ്ടി. വണ്ടി കടന്നു. എന്തുവാടാ അതിന് നീ ഇത്രയ്ക്ക് ഞെട്ടേണ്ട ആവശ്യം എന്താ? ജനിച്ചു കഴിഞ്ഞ ഒരു ദിവസം ആരായാലും ചാവാനല്ലേ പോകുന്നത്? സ്പീഡിൽ പോ. കുറച്ച് സ്പീഡ് കൂട്ടിന്ന് വിചാരിച്ചു ഒരു ലോൺ അടിച്ച് ചാവുന്നില്ല. അതുകൊണ്ടല്ല സാർ, ഞാൻ കൈക്കൂലി വാങ്ങിയപ്പോ എന്റെ കൈയോടെ പിടികൂടി. അയ്യോടാ പാവം. അത് കഴിഞ്ഞ് ഞാൻ എടുത്തൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു. ഇന്നാണ് ആദ്യം നടക്കിയത്. അതിപ്പോ യാത്രക്കാർ നിങ്ങളാണ് സാർ. നിന്റെ ഈ ദാരിദ്ര്യം പിടിച്ച കഥയൊന്നും നിർത്ത. കാരണത്ത് മൃദംഗം വായിക്കാൻ പറ്റിയിരുന്നല്ലേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ആ FM എങ്കിലും ഒന്ന് ഇടാ. ശരി സാർ. പോകട്ടും പോടാ നല്ല പാട്ടായിരുന്നു. എടോ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവാതെ ഒന്ന് വേഗം അങ്ങോട്ട് പോട്ടെ. ശരി സാർ.
എന്റെ ദൈവമേ, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മുത്തശ്ശൻ പറയുന്നത് പഞ്ഞിമത്തെ കിടക്കുന്ന പോലെ ഉണ്ടെന്ന്, ഇയാള് പറയുന്നത് ശവം കയറ്റിക്കൊണ്ടിരുന്ന വണ്ടിയാണിതെന്ന്. ശവവണ്ടി അലങ്കരിക്കുന്ന പോലെ മുമ്പിൽ മാലയൊക്കെ വെച്ചേക്കുന്ന കണ്ട. ആ ഊള ചന്ദനത്തിരുന്ന മണം അടിച്ചിട്ട് എനിക്ക് വാള് വെക്കാൻ വരും. എന്തൊരു കഷ്ടമാണ് ഇത്. ഓ എന്റെ ദൈവമേ, എന്റെ മനസ്സിലെന്താ ഇങ്ങനെയൊക്കെ തോന്നണേ? ഇനി ചിലപ്പോ മുത്തശ്ശൻ എന്താടാ എന്നാ പറ്റിയ? സോറി, ഒരു കാണരുതാത്ത സ്വപ്നം കണ്ടതാ. എന്താടാ ചക്കരെ? ഞാനൊരു കൊച്ചുകുട്ടി ആയതുകൊണ്ടാ. പേടിക്കണ്ട കേട്ടോ. നിർത്തണ്ട, വണ്ടി വിട്ടോ ചേട്ടാ. ശരി സാർ. വണ്ടിയുടെ ടയറിനെ കണ്ട് വേഗത്തിലാണ് ഓടുന്നത്. ഇതോടുന്ന ഓട്ടം കാണുമ്പോൾ എന്റെ ജീവൻ പോകുന്നതാകുന്നത്. പാവം, ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വരുന്നത് വീണ്ടും ഹോസ്പിറ്റലിൽ കയറ്റേണ്ടി വരുമെന്ന് അതുകൊണ്ട് ഇവങ്ങാനും കണ്ടിട്ട് ഇങ്ങനെ ഹാർട്ട് അടിച്ച് പോവതാ എന്റെ പേടി. ഒന്ന് ക്ഷമിച്ചിരിക്കും മുത്തശ്ശ, നമുക്ക് വേഗം അങ്ങ് പോയേക്കാം. എന്തു പറ്റിയച്ചാ?